ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ദേ നമ്മൾ കണ്ടില്ല, നമ്മളല്ല പണക്കാരൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല വലിയൊരു ബംഗ്ലാവാണ്. അപ്പോൾ ഈ ഒരു ബംഗ്ലാവ് നമ്മൾ റീൽസിൽ ട്രെൻഡിങ് ആയിരുന്ന ഒരു സംഭവം കൂടിയാണ്. ഒരു സീക്രട്ട് റോഡാണ്. നമ്മളിതൊരു ഓട്ടം വന്നപ്പോൾ നമ്മൾ വഴിയിലൂടെ കണ്ടുമുട്ടിയ ഒരു സംഭവം കൂടിയാണ്. അങ്ങനെ ഈ ഒരു വഴി കൂടെ വരാൻ ഉദ്ദേശിച്ചാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ, അപ്പോൾ നമ്മൾ ആ ഒരു സംഭവം ആ ഒരു വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ റീൽസിലൊക്കെ ട്രെൻഡിങ് ആയിരുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഒരുപാട് യൂട്യൂബേഴ്സ് ആ ഒരു സ്ഥലം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീട്ടിലേക്ക് എങ്ങനെ പോകുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. സംഭവം നമ്മൾ ഈ ഒരു സിറ്റിക്കകത്ത് തന്നെയാണ് ആ ഒരു സംഭവം എന്നുള്ളതാണ് നമ്മുടെ അതിശയം. കാരണം അത് ഭയങ്കര ഉള്ളോട്ടുള്ളൊരു റോഡും കൂടിയാണത്. അത് നമുക്ക് എങ്ങനെയെന്ന് വെച്ചാൽ കണ്ടിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ അതിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മൾ ഈ ഒരു ബസ് സ്റ്റാൻഡ്, അതായത് നമ്മുടെ ബസ് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യണത് അവിടെ നിന്ന് ഇങ്ങനെയൊക്കെയാണ് ആ റോഡ് എന്നുള്ളതാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം വണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളൂ. ഇനി നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് എങ്ങനെയാണ് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിന്നിപ്പോൾ സ്റ്റാൻഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബസ്സിൽ ഫാൻസിന് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കുക. അപ്പോൾ ഗൈസ്, എന്തായാലും നമ്മളിപ്പോൾ സ്റ്റാൻഡിലേക്ക് പോകില്ല. അപ്പോൾ സ്റ്റാൻഡിലേക്ക് പോകുന്നതിനൊരു കാര്യം പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ പണ്ട് ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് മോഡ്സിൻ്റെ റിവ്യൂ ആയിട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പെട്ടെന്നാണ് നമ്മുടെ ഒരു മോഡ്സ് എന്നുള്ളൊരു രീതി തന്നെ മാറിയിട്ട് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് നമ്മൾ വന്നത്. അതായത് ഓരോ ടെക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റോറിയൊക്കെ ആയിട്ട് അങ്ങനെ വന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു മോഡ്സിൻ്റെ ആ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നുകൂടി ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളത് ഷോർട്സിലൂടെ ചെയ്താലോ എന്നൊരു ആഗ്രഹമുണ്ട്. അതായത് നമ്മൾ ഒരു വീഡിയോയിൽ ആ ഒരു വണ്ടീനെക്കുറിച്ച് പറഞ്ഞാൽ അതിനകത്ത് അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ട് നമ്മൾ മോഡ്സിൻ്റെയും കൂടി റിവ്യൂ നമ്മുടെ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്താലോ എന്നൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഗൈസ്, എന്തായാലും നമ്മൾ ഇതേ സ്റ്റാൻഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ അതേപോലെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടോ. ഈ സംഭവം വായിക്കാനൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് അവിടെ എഴുതി വെച്ചത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് മാപ്പിൽ പെട്ടെന്ന് കാണാമല്ലോ. അപ്പോൾ നമ്മളിതാ ബസ്സിൻ്റെ സ്റ്റാർട്ടിങ് ഇതാ ഇവിടെ നിന്നാണ് കറക്റ്റ്. ഗൈസ്, നമ്മളിത് എങ്ങനെ ബസ് സ്റ്റാൻഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് വരുന്നത്. മാപ്പ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ മാപ്പ് എടുത്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ റൈറ്റിലേക്കാണ് പോകേണ്ടത്. അത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടില്ലേ, നമ്മൾ ദശാവതാറ് വട്ടം വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ അതൊക്കെ ഒന്നും നോക്കാതെ നമ്മളിത് റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ തന്നെ ആയിരിക്കും ഈ ഒരു ബ്ലൂ, അതായത് ആ GPS കാണിക്കുക. അപ്പോൾ അതേപോലെ തന്നെ പോവുക. അപ്പോൾ നമ്മളിതേ സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിത് റൈറ്റ് എടുത്തിട്ട് ഇതേ ഇപ്പോൾ നേരെ ജംഗ്ഷൻ കാണുന്നില്ല. ഈ ജംഗ്ഷൻ നമുക്ക് റൈറ്റിലോട്ട് പോകാനാവും കാണിക്കുക. പക്ഷേ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റിലേക്ക് പോവുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കണ്ടില്ല, ആ ഒരു പ്രൈവറ്റ് ബസ് പോണ പോലെ തന്നെ നമ്മളും ലെഫ്റ്റിലേക്ക് പോവുക. ഓരോ ഗൈസ്, പിന്നെയും പറയുകയാണ്, വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കുക. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഒരു 10 ലൈക്കാണ് ടാർഗറ്റ് ചെയ്യുന്നത്, വെറും 10 ലൈക്ക്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ലൈക്ക് എത്രാമത്തെ ലൈക്കാണെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിത് ഇപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്ര നേരമുള്ള വഴിയൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ എന്നാലും മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ആ ഒരു സിഗ്നൽ കാണാൻ പറ്റും. ഈ സിഗ്നൽ കണ്ടില്ലേ, വണ്ടിയിൽ ഇടിച്ചു. നമുക്ക് റിവേഴ്സ് എടുത്തിട്ട് ഈ സിഗ്നലിൽ നമുക്ക് റൈറ്റ് സൈഡിലേക്കൊരു വഴി എല്ലാവർക്കും കാണാണ്ടാവും. ഇപ്പോൾ കണ്ടോ, ഒരു റൈറ്റ് സൈഡിലേക്കൊരു വഴി കാണാണ്ടാവും. നമ്മളതിൻ്റെ വഴി കൂടെ പ്രൈവറ്റ് ബസ്സിനൊക്കെ ഇടിച്ചിട്ടു, അതൊന്നും നോക്കണില്ല. അപ്പോൾ റൈറ്റ് സൈഡ് കൂടെ കണ്ടില്ല ഒരു വഴി. അപ്പോൾ ആ ഒരു വഴി കൂടെയാണ് നമുക്ക് പോകേണ്ടത്. നമുക്ക് GPS ഇങ്ങനെയൊന്നും കാണിക്കൊന്നുമില്ല, ഫുള്ള് വെള്ളം തന്നെയാവും. നമ്മൾ മാപ്പിൽ നോക്കി പോകാതിരിക്കുക. പരമാവധി ഈ ഒരു വഴി തന്നെ പോകാൻ നോക്കുക, എന്നാലേ കറക്റ്റ് കിട്ടുള്ളൂ. വഴി തെറ്റിയാൽ പിന്നെ പഴയ പോലെ സ്റ്റാൻഡിലേക്ക് വരേണ്ടി വരും. അപ്പോൾ നമ്മളങ്ങനെ ആ വളവൊക്കെ വളച്ച് പോന്നിട്ടുണ്ട്. നമ്മൾ സ്പീഡ് കൂട്ടിയാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോറടിക്കേണ്ട വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം വന്നിട്ട് ഇതേ റൈറ്റിലോട്ടാണ് നമ്മൾ പോകേണ്ടത്. റൈറ്റിലോട്ട് പോകുമ്പോൾ അത് കണ്ടില്ലേ, ഇതുപോലൊരു പാലം വന്നിട്ടുണ്ടാവും. പാലത്തിലിപ്പോൾ ഒരു ലാൻഡ് മാർക്കായിട്ട് പറയാനായിട്ടെങ്കിൽ താഴെ വെള്ളമുണ്ട്, അത്ര തന്നെ ലാൻഡ് മാർക്ക്. അത് നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നേരെ പോരുമ്പോൾ നേരിട്ട് ഒരു റോഡുണ്ട്, അതുപോലെ വളഞ്ഞിട്ട് ഒരു റോഡുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ലെഫ്റ്റ് എടുക്കുക. ലെഫ്റ്റ് ഇപ്പോൾ ലാൻഡ് മാർക്ക് എന്ന് പറയാനായിട്ട് അതെ അവിടെ കണ്ടില്ലേ കുറേ വഞ്ചികളൊക്കെ. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ വഞ്ചി. വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വഞ്ചിയുടെ അടുത്ത് നമ്മൾ ചെല്ലുകയാണെങ്കിൽ, അതായത് ആ ഒരു ബോട്ടിനകത്ത് നമ്മൾ ചെല്ലുകയാണെങ്കിൽ ആ ബോട്ട് ആനിമേഷനൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഈ അടുത്തായിട്ടാണ് ശ്രദ്ധിച്ചത്. നമ്മൾ ബസ്സിൽ ഒരുപാട് മാറിപ്പോയി. അപ്പം ഇനി നമ്മൾ വരുന്ന സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തൃശ്ശൂർ റൗണ്ട് പോലെ ഒരു സാധനം. ഞാൻ ആദ്യം അങ്ങനെയാണ് വിചാരിച്ച്, പക്ഷേ നടുക്ക് അങ്ങനത്തെ സംഭവമൊന്നുമില്ല. അതിൽ അതേപോലെയാണ് വിചാരിച്ച്. ഇവിടെ നമുക്ക് പേര് പറയാനായിട്ട് അവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ കിട്ടും. അതുപോലെ ആ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ലാൻഡ് മാർക്ക് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളവിടെ വണ്ടി നിർത്തി ലാൻഡ് മാർക്ക് നോക്കിയതാണ്. അപ്പോൾ അതാണ് അവിടുത്തെ ലാൻഡ് മാർക്ക് എന്ന് പറഞ്ഞത്. നമ്മളിനി അവിടുത്തെ പാലം കണ്ടില്ല, ആ പാലത്തിൻ്റെ അവിടെ കൂടെയാണ് പോകേണ്ടത്. അപ്പോൾ
അപ്പോൾ അങ്ങനെ ഗൈസ് നമ്മളിതേ ഈ ഒരു പാലം കഴിഞ്ഞു. പാലമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഈ ഒരു സിറ്റിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് നമ്മളറിയുക. കാരണം കണ്ടില്ലേ, ഇനിയൊരു മണലിട്ട റോഡാണ് ഫുള്ള്. മണലിട്ട റോഡിൻ്റെ ഒരു പ്രത്യേകത കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല FPS കളിക്കാൻ പറ്റുന്നുണ്ട്. ഭയങ്കര സ്മൂത്താണ് ഇവിടെ വന്നപ്പോഴേക്കും. അപ്പോൾ ഇനി കൂടെ കുറച്ചും കൂടെ കറങ്ങി തിരിഞ്ഞ് പോകേണ്ടത്. നമ്മൾ അത്യാവശ്യം സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ 10 ലൈക്കിൻ്റെ കാര്യമൊന്നും മറക്കണ്ട. അപ്പോൾ അതേപോലെ തന്നെ നമ്മളിത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ കുറച്ച് നേരത്തെ ഡ്രൈവിങ്ങിന് അങ്ങനെ നമ്മളിത് ഇവിടെ സ്ഥലം എത്തിയിട്ടുണ്ട്. വലിയൊരു കയറ്റത്താണ് നമ്മുടെ വണ്ടി നിർത്തേണ്ടത്. അവിടെ അകത്തോട്ടൊന്നും സ്ഥലമില്ല. അവിടെ ഉണ്ടല്ലോ 3 കാറൊക്കെ ഇരിക്കുന്നുണ്ട്. വലിയൊരു ബംഗ്ലാവാണ്, നല്ല പൈസക്കാരുടെ ബംഗ്ലാവ് തന്നെയാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ എന്തായാലും വണ്ടി നിർത്തിയിട്ട് നമുക്കിതിൻ്റെ പുറത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ വണ്ടി ഇത് കണ്ടില്ലേ, ഈ ഒരു വഴി കൂടെ വന്നപ്പോൾ അത്യാവശ്യം നല്ല ചളി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വണ്ടി നല്ല ഹാൻഡ് ബ്രേക്കൊക്കെ ഇട്ടിട്ട് വണ്ടി അവിടെ നിർത്തുകയാണ്. അപ്പോൾ ആദ്യം നോക്കാം നമുക്കവിടെ എന്താ ഇറങ്ങിയിട്ട് എന്താ സംഭവം എന്നുള്ളത് നോക്കാം. അപ്പം 3 വണ്ടി കാണാനുണ്ട്. അപ്പോൾ ഒന്നതിൽ ടൊയോട്ടയുടെ വെൽഫെയർ ആണ്. അതുപോലെ അതിൻ്റെ അപ്പുറത്തുള്ള വണ്ടി നിസ്സാൻ്റെ വണ്ടിയാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്, കറക്റ്റ് അറിയില്ല. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന നീല നമ്മുടെ പുതിയ വാഗണറാണെന്ന് എല്ലാവർക്കും അറിയാണ്ടാവും. അപ്പോൾ അതുപോലെ 3 കാറുകളുണ്ട്. അതുപോലെ വലിയൊരു ബംഗ്ലാവാണ്. നമുക്കിവിടെ ആൾക്കാരുടെ ആനിമേഷനൊന്നും കാണാനില്ല. അതുപോലെ തന്നെ ചുറ്റിനും കാടാണ്. അതുപോലെ തന്നെ കാടിനപ്പുറത്ത് ഫുള്ള് വെള്ളമാണ്. ഇതൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക.